പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥരെ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും
കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ ഈ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവേ, ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. അവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ, എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പൊറുതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരം നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ റിൻസി ജോസഫ് എന്ന് പറഞ്ഞ മോള് സാക്ഷ്യം പറയാറുണ്ട്. നല്ലൊരു രസമുള്ള സാക്ഷ്യമാണ് ഈ ദിവസം. അപ്പം അവർക്ക് 4ാമത്തെ കുഞ്ഞിനെ വേണം. അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയപ്പോൾ മാതാവിൻ്റെ അടുത്ത് അവർ ഉടമ്പടി, നല്ല പക്ക ഉടമ്പടിയിലാണ്. മാതാവിനോട് പറഞ്ഞ്, മാതാവ് ഇതിൽ ആൺകുഞ്ഞെ കൊള്ളാമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ അമ്മയോടൊക്കെ ഇങ്ങനെ ഉടമ്പടി ത്രൂ കമ്മ്യൂണിക്കേഷനുള്ള ആ സ്റ്റേജിലെത്തിയായിരുന്നു. അപ്പം അമ്മ രാത്രി ഇവളോട് സംസാരിച്ചു, നിനക്ക് ആൺകുഞ്ഞാണ് ലഭിക്കാൻ പോകുന്നത്, അവൻ്റെ പേരിൽ അവന് എൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നീ അവന് മിഖായേൽ മറിയം എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നമ്മൾ ആൾക്കാർക്കൊക്കെ പേരിടുന്നില്ലേ? അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധന്മാരുടെ പുണ്യാളന്മാരുടെയൊക്കെ പേരിടുമായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം ലഭിക്കാനാണ്, ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. നമ്മളുടെ ഒരു 1970 ശേഷമുള്ള 75 ശേഷമുള്ള മാതാപിതാക്കന്മാർക്ക് എവിടെയോ വെച്ച് സഭയിൽ നല്ലൊരു ഗ്യാപ്പ് വന്നായിരുന്നു. ഞാൻ ആ കാലങ്ങളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഓർക്കുന്നുണ്ട്, പള്ളികളിൽ ആളൊക്കെ ഇല്ലായിരുന്നു, ആൾ കുറവായിരുന്നു. അപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സഭയിൽ ലോകാരൂപികൾ കൂടിയായിരുന്നു. പിന്നീട് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നപ്പോഴാണ് ഈ പഴയ അരൂപി തിരിച്ചു വരാൻ തുടങ്ങിയത്. പഴയ അരൂപിലേക്ക് സഭ തിരിച്ചു വരാൻ മതി. ഇതൊക്കെ നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മാതാപിതാക്കന്മാരെല്ലാം അൺക്രിസ്ത്യൻ പേരുകളാണ് മക്കൾക്കിട്ടത്. അത് അവരെ വളർത്തുന്ന പട്ടിയുടെ പേര് വരെ ഇട്ടിട്ടുള്ളവരുണ്ട്. അവർ വളർത്തണമെന്നല്ല, അറിയാത്തില്ല, ഒരു പേരിട്ട് വെക്കും. എന്തെങ്കിലും തിരക്ക് പിടിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു പട്ടിയുടെ പേരായിരിക്കും. അത്രയും വളരെ മോശമായി പോയായിരുന്നു. അല്ല, അത് പേരിൻ്റെ അകത്ത് എന്ത് കാര്യമുണ്ടെന്നല്ല, അതിൻ്റെ അകത്ത് ജാതിയും വർഗീയതയൊന്നും അല്ല പ്രശ്നം. അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസം പോയൊരു തലമുറയാണ് അവിശ്വാസമായ പേരുകൾ ഇട്ടത്. അത് ഇപ്പോൾ ഇതുമാത്രം പല പേരുകളും നോക്കുമ്പോൾ ഇപ്പോൾ അവർ ക്രിസ്ത്യനാണ് ചേർക്കാൻ വേണ്ടി അപ്പൻ്റെ പേരോട് ചേർത്തായിടണത് എന്തൊരു ബാധ്യതയാണ്. അപ്പൻ്റെ പേരോട് ചേർത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ.
ക്രിസ്ത്യൻ പേരാണെന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നീട് വന്ന ഒത്തിരി ഒരു 2000-ന് ശേഷം ബിബ്ലിക്കലായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനാണോ നോൺ ക്രിസ്ത്യാനാണെന്ന് അറിയത്തില്ലെങ്കിലും ആ പേര് ബിബ്ലിക്കലായിരിക്കും. അത് നല്ലൊരു ശതമാനം പേരും അങ്ങനെ വിശ്വാസത്തിൻ്റെ വെളിച്ചം പോലുള്ള പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയണത് അങ്ങനെയല്ല. ഈ റിൻസി ജോസഫ് മാതാവ് പറയണത് അവൻ ആൺകൊച്ചാണെങ്കിലും അവന് മറിയോ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കാര്യം എന്തിനാണ്? എൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര രണ്ട് വിഷയമാണ്. ഇനി റിൻസി ജോസഫിൻ്റെ വിശ്വാസ നിലവാരം 2 സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വിറങ്ങലിക്കണ കാണാം. ഒരു പ്രാവശ്യം വിറങ്ങലിച്ചെന്ന് പറയണത് ഈ കൊച്ചിനെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇതിൻ്റെ സ്പൈനൽ കോഡ് കാണാനില്ല, അതുകൊണ്ട് ഇത് പെങ്കൊച്ചകാരാണ് സാധ്യതയെന്ന് പറയും. അപ്പോൾ ഇവൾ ഉടനെ ഡെസ്പായിട്ട് മാതാവിനോട് പറയും, മാതാവ് ഞാൻ നിന്നോട് ആൺകൊച്ചല്ലേ ചോദിച്ചതെന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ആശുപത്രിയുടെ സ്കാനിങ് റൂമൊക്കെ ചാര കളറായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബ്ലിങ്കിങ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നു. അങ്ങനെയല്ല, വിശ്വാസിയുടെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്. അപ്പോൾ ഈ റിൻസി പറയണത് ഇൻക്ലൂഡിങ് ദ കർട്ടൻ ക്ലോത്ത് ഇതെല്ലാം സിൽവർ ഗ്രേ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആ സെക്കൻഡിൽ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ സ്പൈനൽ കോഡ് കാണുകയും ഇത് ആൺകുഞ്ഞാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്യും. അപ്പോൾ അവൾ പറയണത്, ആ കുട്ടി പറയണത്, മാതാവ് എൻ്റെ ആശങ്കകൾ കേട്ട് നേരിട്ട് അവിടെ സഞ്ചാരി മാതാവ് എത്തിയാണ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ പറയണം. പക്ഷേ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു അവൻ്റെ പേര് മിഖായേൽ മറിയോ എന്നാണ്. അപ്പോൾ ഇവൾക്ക് വേറൊരു പ്രശ്നം വന്നായിരുന്നു. മിഖായേൽ ഓക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും 6 ചേർത്തുള്ള പേരാണ്. അപ്പോൾ ദൈവമായിട്ട് ഗുസ്തിയാണ്. ഒരു പേരുണ്ടാക്കി അതിനെ ഋതം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് ഇതാണ് നമുക്ക് വരുന്ന പ്രശ്നമേ. ദൈവം ആലോചന ഒന്നും ചെയ്യത്തില്ല, സ്വന്തമായിട്ട് അങ്ങോട്ട് കീച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ പാളത്തേക്ക് കയറി സ്റ്റിക്ക് ഓണിച്ചിട്ട് കിടക്കും, ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കിടക്കും. അമ്മ പറഞ്ഞ അവരൊരു മിഖായേലാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് 6 ആണല്ലേ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും, എങ്ങനെയാണ് മിഖായേൽ 6? അപ്പോൾ ഇവർക്ക് അത് ശരിയാണോ, എനിക്ക് കേട്ടതാണോ എന്ന് അറിയാൻ പറ്റാതെ ഇവർ വിശ്വാസപ്രമാണം ചൊല്ലി വചനം എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ മിഖായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം കിട്ടി. ആ ഫസ്റ്റ് കിട്ടി. അപ്പം അവർക്ക് ബോധ്യമായി അമ്മയാണ് അത് ചെയ്തതെന്ന്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിൻസി ഒരു 90% ഉടമ്പടിയിലാണ്. ഈ 90% ഉടമ്പടിയിലാകുമ്പോഴാണ് ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസ് വരണത്. ഇപ്പോൾ നമ്മളെപ്പോഴും നിങ്ങൾ ഉടമ്പടികളിൽ പുതുക്കുമ്പോഴേ, നിങ്ങൾ പുതുക്കുമ്പോൾ പേപ്പർ പുതുക്കിയ നിറം മാറ്റണമല്ല പ്രശ്നം, മറിച്ച് ഉടമ്പടി അതനുസരിച്ച് വളർന്നു വരുന്നവർ ദൈവാനുഭവത്തിലും ദൈവസാക്ഷ്യത്തിലും വളരുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു വളർച്ച എന്നൊക്കെ വേണം. അല്ലാതെ നിങ്ങളെ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അവർ പറയണത് ജോലി കിട്ടാനാണ്, അതുപോലെ തന്നെ ബാങ്ക് ലോൺ കിട്ടാനാണ് ഉടമ്പടി എടുക്കുന്നത്. അതിന് ബാങ്കിൽ പോയാൽ പോരെ. അതുപോലെ തന്നെ വിസ പുതുക്കാനാണ്. നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ആ നിയോഗം നിറവേറുന്നുണ്ട്. പക്ഷേ ദൈവമായിട്ട് അവർക്ക്, എൻ്റെ മക്കളെ, ദൈവം തന്നെയായിരിക്കണം നിയോഗത്തിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ നിയോഗം. റിൻസി ജോസഫിന് സാക്ഷ്യം പറയാൻ ഭയങ്കര ചളിപ്പായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് പരസ്യമായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് അമ്മ അവൾക്കൊരു വചനം കാണിച്ചു കൊടുത്തു. ഏതാണെന്നറിയാമോ? അവൾക്കത് പരസ്യമായിട്ട് സാക്ഷ്യം പറയാനുള്ള എങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വചനം കാണിച്ചു കൊടുത്തു. പ്രഭാഷകം 15:5 എടുത്ത് അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹമധ്യേ സംസാരിക്കാൻ, അതാണ് വിഷയം. സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അപ്പം നമ്മൾ പബ്ലിക് സ്പീച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ശരിക്കും അത് അവൾക്ക് കൊടുത്തു. അവൾ ടിക്കറ്റ് പോലെ സാക്ഷ്യം പറഞ്ഞാൽ കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ആമേൻ. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിജോ ജോസഫ്. ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാൻ ഇടവക മലങ്കര കത്തോലിക്ക ആണ്. എളമണ്ണൂർ ഇടവകയാണ്.
ഞാൻ കൃപാസനത്തെ പറ്റി എനിക്ക് ആദ്യമേ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പം ഞാൻ ഓൺലൈൻ ലോൺ ഉണ്ടല്ലോ, ഓൺലൈൻ ലോൺ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഓൺലൈൻ്റെ ലോൺ കിട്ടി. പക്ഷേങ്കിൽ അവരാദ്യം ഒരു 10,000 രൂപ എനിക്ക് തന്നു. 4,000 രൂപ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് പിടിച്ചു. ഒരാഴ്ച കൊണ്ട് 10,000 രൂപ ഞാൻ അടയ്ക്കണം. അങ്ങനെ വന്നപ്പം വീണ്ടും അവരെനിക്ക് ലോൺ തരാൻ തന്നു. ഞാൻ എടുക്കുകയും ചെയ്തു. അവസാനം എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൻ്റെ ഫോണെല്ലാം ഹാക്ക് ചെയ്തു. എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ എൻ്റെ ഫോട്ടോ സഹിതം അയച്ചു കൊടുത്തു. എന്നിട്ട് എന്നെ കാണുവാനില്ല, ലോൺ എടുത്തു, കാണുവാനില്ലെന്നൊക്കെ പറഞ്ഞ് അവരയച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ജസ്റ്റ് നോക്കിയപ്പം കൃപാസന മാതാവിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കാണുകയുണ്ടായി. ഇങ്ങനെ ഓരോ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ മാറ്റുകയും അവർ സാക്ഷ്യപ്പെടുത്തുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ടായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ തീരുമാനമെടുത്തു, എന്നാൽ കൃപാസനത്തിൽ പോകാം. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സഞ്ചാരി മാതാവാണ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ മാതാവ് സംരക്ഷിച്ചുകൊള്ളും എന്നൊരു വചനവും വാക്കും ഞാൻ കേട്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കൃപാസനത്തിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്നു. അപ്പോൾ എൻ്റെ നിയോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം പരിഹരിക്കണം. പിന്നെ കുറച്ച് നിയോഗങ്ങളുണ്ടായിരുന്നു, വീടിൻ്റെ പണി, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് നിയോഗം എഴുതി വെച്ചത്, അമ്മ സഞ്ചാരി മാതാവാണ്, ഞാൻ ഈ ഓൺലൈൻ ലോൺ ഞാൻ അവർ തന്നതിനേക്കാളും കൂടുതൽ പൈസ ഞാൻ അവർക്ക് അടച്ചതാണ്, എന്നിട്ടും അവരെന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ എഴുതി വെച്ച നിയോഗം, സഞ്ചാരി മാതാവാണ്, അമ്മ അവരുടെ അടുത്ത് ചെന്ന്, അവരുടെ കമ്പ്യൂട്ടറിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, എൻ്റെ പേരും എൻ്റെ നാട്ടുകാരുടെയും എൻ്റെ ഫോണിലുള്ള എല്ലാവരുടെയും നമ്പേഴ്സ് എല്ലാം ഉണ്ട്. അത് അമ്മ അവിടെ ചെന്ന്, ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ ഉടമ്പടി എടുത്ത് ചെന്ന് പിറ്റേ ദിവസം തൊട്ട് അമ്മ ഡിലീറ്റ് ചെയ്ത് അവരെന്നെ വിളിക്കരുത് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ചെന്നു. പിറ്റേ ദിവസം തൊട്ട് ആർക്കും എൻ്റെ ഫോട്ടോയോ എൻ്റെ മെസ്സേജോ അല്ല എൻ്റെ ഫോൺ നമ്പറോ വെച്ചൊരു ഫോട്ടോസും ഒന്നും വരുന്നില്ല. അവരെന്നെ വിളിച്ചുമില്ല, ഇന്ന് വരെ അവരെന്നെ വിളിച്ചിട്ടുമില്ല. അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമായിരുന്നു. രണ്ടാമതായിട്ട് എനിക്കൊരു ഭവനം വെക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പം പൈസയൊന്നുമില്ല, നമ്മുടെ സ്ഥലം എന്തെങ്കിലും വിറ്റാൽ മാത്രമേ നമുക്ക് വീട് വെക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ നിയോഗം എഴുതിയത്, എൻ്റെ സ്ഥലമൊന്നും കൊടുക്കരുത്, അമ്മ എന്നെ സഹായിച്ച് എനിക്ക് വീട് വെക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളിപ്പോൾ പഴയ താമസിച്ചുകൊണ്ടിരുന്ന വീട് വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു. അദ്ദേഹം വന്നിട്ട് നമുക്ക് 1,00,000 രൂപ ടോക്കൺ തന്നിട്ട് പറഞ്ഞു, ഞാൻ 3 മാസം കഴിയുമ്പോൾ വീട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് പോയി. ആ 1,00,000 രൂപയും കുറച്ച് സ്വർണ്ണം വീട്ടിലുണ്ടായിരുന്നു. അതും കൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ 3-ാം ദിവസം വീട് പണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ നമുക്ക് പൈസയൊന്നുമില്ലായിരുന്നു. അപ്പം ഒരു ദിവസം KSF-ന്ന് ഒരു ചിട്ടിയുടെ ചിട്ടി വന്നു. അപ്പോൾ 10,000 രൂപ ചിട്ടി വെച്ച് 100 പേര് 10 ലക്ഷം രൂപ. ആ ചിട്ടിയുടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വൈഫിൻ്റെ കാശുരൂപം കൊടുത്തു മാതാവിൻ്റെ. എന്നിട്ട് പറഞ്ഞു, നീ പൊക്കോ, മാതാവ് സഹായിക്കുമെന്ന് പറഞ്ഞ് വൈഫിനെ വിട്ടു. അവിടെ ചെന്ന് ചിട്ടിയുടെ നമ്പർ വിളിച്ചു. അവൾ മാതാവേ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യത്തെ ചിട്ടി തന്നെ ഒന്നാമത് ഞങ്ങളുടെ നമ്പർ വരികയും 10 ലക്ഷം രൂപ അടിക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് കിട്ടത്തില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് തന്ന പൈസ കൊണ്ടല്ലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 10 ലക്ഷം രൂപയും കിട്ടിയില്ല. പക്ഷേ ഒരു മാതാവിൻ്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപ എനിക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട് പണിയുടെ സമയത്ത് എല്ലാ മാസവും 10,000 വെച്ച് ചിട്ടിക്ക് കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ 10 ലക്ഷം രൂപ അടിച്ചതുകൊണ്ട് അവരവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു. എനിക്ക് ഇങ്ങോട്ട് 6,500 രൂപ പലിശ തരാൻ തുടങ്ങി. അപ്പോൾ 6,500 രൂപയുടെ കൂടെ 3,500 രൂപയുടെ കൊടുത്താൽ എനിക്ക് ചിട്ടി അടഞ്ഞു പോകും. അങ്ങനെ വീട് പണി തുടങ്ങിയപ്പോൾ എൻ്റെ വീട് പണിയുന്ന കോൺട്രാക്ടർക്ക് കുറേ നമ്മുടെ വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി 4-5 വീട് അവിടെ പണിയാൻ കിട്ടി. അങ്ങനെ വന്നാൽ പുള്ളിക്ക് പൈസയായി. അപ്പോൾ എനിക്ക് പൈസ ഇല്ലെങ്കിലും പുള്ളി ആ പൈസ കൊണ്ട് എൻ്റെ വീട് ഇങ്ങനെ പണിതുകൊണ്ടിരുന്നു. വൈഫിൻ്റെ അനിയത്തി കുറേ നമുക്ക് സ്വർണം തന്നു. അതുകൊണ്ടൊക്കെ വീട് പണി 4 മാസം കൊണ്ട് ഞാൻ 30 ലക്ഷം രൂപയുടെ വീട് പണിതു. അതിൻ്റെ ആ സമയത്ത് തന്നെ 1 ലക്ഷം രൂപ തന്ന അദ്ദേഹം വീട്ടിൽ ഒരു മാസം കഴിഞ്ഞ് വന്ന് പറഞ്ഞു, എനിക്ക് വേറെ വീട് കിട്ടി, എനിക്ക് നിങ്ങളുടെ വീട് വേണ്ട,
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമ്പോൾ 1,00,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നിയോഗത്തിൽ എഴുതി വെച്ച് എൻ്റെ ഒരു സാധനങ്ങളും അല്ല എൻ്റെ ഒരു വസ്തുവും വിൽക്കാതെ എനിക്ക് വീട് വെക്കണം എന്ന് പറഞ്ഞ കാര്യം മാതാവ് എനിക്ക് നടത്തി തന്നു. ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് സാമ്പത്തികമായി എൻ്റെ അടുത്തൊരു നിയോഗമാണ്, എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൂടി വരുമ്പോൾ മാതാവിനെ സഹായിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നിന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കൊരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 40 ലക്ഷം രൂപ എനിക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ ആ 40 ലക്ഷം രൂപ കൊണ്ട് ഞാൻ 30 ലക്ഷം രൂപയുടെ വീട് പണിത ആ കടം വീട്ടുകയും 10 ലക്ഷം രൂപ എനിക്ക് മാതാവ് എക്സ്ട്രാ ആയിട്ട് തരികയും ചെയ്തു. അമ്മ മാതാവ് ഭയങ്കര അനുഗ്രഹമാണ് എനിക്ക് അതുവഴി നടത്തി തന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ളവർക്കും പിന്നെ പാവപ്പെട്ട കുറേ പേർക്ക് എന്നെ അറിയാവുന്നോ അല്ല എനിക്ക് കാണാവുന്നോ ഞാൻ ചെല്ലുന്നിടത്ത് കാണുന്നതുമായ എല്ലാ ആൾക്കാരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പത്രം ഞാൻ എൻ്റെ നാട്ടിലും പിന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്തെല്ലാം ഞാൻ പത്രം കൊടുക്കുകയായിരുന്നു. പിന്നെ മാതാവിൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും ഞാൻ പങ്കുവെക്കുമായിരുന്നു. അവരൊത്തിരി പേര് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്, അവർ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുർബാനയ്ക്കൊക്കെ പോകുന്ന ഞങ്ങൾ മലങ്കരക്കാരായതുകൊണ്ട് അവിടെ ഞായറാഴ്ച മാത്രമാണ് കൂടുതലും ഞങ്ങളുടെ പള്ളികളിൽ കുർബാനയുള്ളത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോവുകയും സന്ധ്യപ്രാർത്ഥന മുടക്കം വരുത്തിയിട്ടില്ല. ബൈബിൾ വചനം വായിക്കുകയും അരമണിക്കൂർ സാധിക്കുന്നതിൽ അതിൽ കൂടുതൽ ബൈബിൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ യേശു തമ്പുരാനും മാതാവിൻ്റെ മധ്യസ്ഥ വഴി കിട്ടിയ എൻ്റെ അമ്മ മാതാവിനും എല്ലാവിധ നന്ദിയും എല്ലാവിധ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിന് നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. സങ്കീർത്തനം 111, 4, 5 വചനങ്ങളാണ്. ഇവിടെ ഈ മകൻ പറയുന്നത് അസാധ്യമായ കാര്യം സാധ്യമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. ആ അമ്മ ഈശോയോടാണ് എല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അസാധ്യമായത് സാധ്യമാക്കുന്നത്. അതും ഈ മകൻ്റെ കാര്യവും ഇത്രയും സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള സമയത്ത് എങ്ങനെ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ മേലാത്ത സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലിലൂടെയാണ്, മധ്യസ്ഥതയിലൂടെയാണ് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലിജോയുടെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആകാൻ സാധിച്ചത്. അത് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ലിജോ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഭവനം. അതും അധികം ലോണൊന്നുമില്ലാതെ കടബാധ്യതയില്ലാതെ എങ്ങനെയൊരു കുടുംബം ഒരു ഭവനം ഉണ്ടാക്കി തരണമേ എന്നാണ് അമ്മയോട് നിയോഗം വെച്ച് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 3-ാം ദിവസം തന്നെ ഭവനത്തിൻ്റെ പണി തുടങ്ങി. കയ്യിലൊന്നുമില്ല, എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചിട്ടി വീഴുകയും അതും 10 ലക്ഷത്തിൻ്റെയാണ്. പക്ഷേ അവത്തിൽ കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് വെച്ച് തന്നെയാണ് ഓരോ പണികളും മുന്നോട്ട് പോകുന്നത്. അവിടെയും മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കോൺട്രാക്ടർ ആ ഭവനം നിർമ്മിക്കാനെടുത്ത കോൺട്രാക്ടറിന് തന്നെ ആ പ്രദേശത്ത് പല വീടുകളും ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റ് ബേസിസിൽ ജോലി കിട്ടി. അപ്പോൾ മറ്റ് ഭവനങ്ങൾ ഉണ്ടാക്കുവാനുള്ള ആ എമൗണ്ട് വെച്ച് ലിജോയുടെ ഭവന നിർമ്മാണവും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. കോൺട്രാക്ടർ പറഞ്ഞു പതുക്കെ പൈസ തന്നാൽ മതി. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിട്ടാണ് ലിജോ സാക്ഷ്യപ്പെടുത്തുന്നത്. കോൺട്രാക്ടറിന് മറ്റ് വീടുകൾ നിർമ്മിക്കാനുള്ള പണി ലഭിച്ചപ്പോഴാണ് ആ പൈസയിൽ നിന്ന് ലിജോയുടെ ഹൗസും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. പിന്നീട് പതുക്കെ ലിജോ ആ പേയ്മെൻ്റ് എല്ലാം നടത്തുകയാണ്. പിന്നീടാണ് യാദൃശ്ചികമായിട്ട് നമുക്ക് പിന്നീട് വീണ്ടും ഒരു 40 ലക്ഷം കിട്ടുകയാണ്. അതും ഒരു അപ്രത്യക്ഷമായ രീതിയിലാണ് മാതാവിൻ്റെ ഒരു ഇടപെടൽ. അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാ കാശും ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം ഒരുമിച്ച് വീട്ടുവാനായിട്ടാണ് ലിജോയ്ക്ക് സാധിച്ചത്. അവിടെ ഈശോയുടെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ലിജോ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഓരോ കാര്യത്തിനും ഓരോ ആവശ്യത്തിന് പോകുമ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി കാശിനും ഒക്കെ ആയിട്ടാണ്. ചിട്ടി വീടാൻ പോയപ്പോഴത്തേനും അന്നത്തെ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൈവശം ഉണ്ടായിരുന്നു. ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ച് ലിജോ വൈഫിനെ പറഞ്ഞു വിട്ടപ്പോൾ കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചാണ് ഇവർ ഓരോ കാര്യത്തിന് പോകുന്നത്. പിന്നീട് ആ 40 ലക്ഷത്തിൻ്റെ അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചെടുത്തു. അതവിടെയും ഈശോയും അമ്മയെ അനുഗ്രഹിക്കുകയാണ്.
എല്ലാ നമ്മുടെ കുറവുകൾ നിറവുകളാക്കുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ അവരുടെ ഭവനത്തിലുണ്ടായിരുന്ന കുറവുകളാണ് അമ്മ നിറവാക്കിയത്. ഈശോയോട് ചെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്നാണ്. പക്ഷെങ്കിൽ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. ഉടമ്പടിയിൽ നാം ഇന്നും അതുതന്നെയാണ് ചെയ്യുന്നത്. അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നാം ഇന്ന് ഉടമ്പടിയിൽ കൂടി ചെയ്യുന്നത്. അത് പാലിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നിറവുകളാക്കി തരുന്നത് ഈശോയും അമ്മയും ചേർന്ന് നിന്നുകൊണ്ട്. ലിജോയുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. ഒരു നല്ലൊരു സ്കീമിൽ കൂടിയാണ് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും ഇവരുടെ ജീവിതത്തിൽ ഓരോരോ പല വ്യക്തികളിൽ കൂടെ പല സാഹചര്യങ്ങളിൽ കൂടിയാണ് അമ്മ ഇവരെ കാത്ത് പരിപാലിച്ചത്. തന്നെയുമല്ല, സ്ഥലം വിൽക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തു. ആ അഡ്വാൻസുള്ള കാശ് അപ്പോൾ ഈ മകൻ പ്രാർത്ഥിച്ചത് അമ്മയെ സ്ഥലം വിൽക്കാതെ ഒരു വീട് മേടിക്കണം, കയ്യിലൊന്നുമില്ല താനും. പക്ഷേ അവിടെയും അമ്മ പ്രവർത്തിക്കുകയാണ്. സ്ഥലം മേടിക്കാൻ വന്ന ആൾ പിന്നീട് ആ ഡിസിഷൻ ക്യാൻസലാക്കിയിട്ട് ഈ മകനോട് പറയുകയാണ്, ഞാൻ അഡ്വാൻസായിട്ട് 1 ലക്ഷം തന്നു, അത് നീ കൈവശം വെച്ചോ, നിനക്ക് കയ്യിലാവുമ്പോൾ തിരിച്ചു തന്നാൽ മതിയെന്ന്. അങ്ങനെ ആ വീടും സ്ഥലവും വിൽക്കാതെ തന്നെ ഈശോയുടെയും അമ്മയുടെയും വലിയൊരു കൃപയാൽ തന്നെയാണ് ഇന്ന് ഈ മകന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എല്ലാ കാര്യവും നടത്തി തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നത്. തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അത്ഭുത പ്രവർത്തികൾ കാണുവാനും അവിടുത്തെ കൃപയും വാത്സല്യവും അനുഭവിക്കുവാനും ഭക്തർക്ക് ആഹാരം നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുന്ന് തൻ്റെ ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്ന, ഉടമ്പടി വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ഒപ്പമുള്ളത്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലിജോ ജോസഫിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി നിർത്താൻ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ ഒത്തിരി അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻസി. എൻ്റെ ഫാമിലിയാണ് കൂടെയുള്ളത്. ഭർത്താവിൻ്റെ പേര് അജീഷ്, മക്കളായ അലൈന, അലൻ, ഏഞ്ചൽ. ഞാൻ 2022 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താണ് ഉടമ്പടിയെന്നോ ഒന്നും കൂടുതൽ അറിയില്ലായിരുന്നു. ഞാനും 2 പെൺമക്കളും കൂടിയാണ് ഇവിടെ ആദ്യമായി വന്നതെന്ന്. എന്നിട്ട് എന്നെ മാതാവ് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ഉടമ്പടി എടുക്കുവാൻ വേണ്ടി. അന്ന് എനിക്ക് പ്രത്യേക കാരണം അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ലായിരുന്നു. ഞാനന്ന് IELTS പഠിച്ച് UK മറ്റും പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എളുപ്പമായിട്ട് കടന്നു പോകാൻ വേണ്ടി ഞാനന്നങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് IELTS എഴുതി UK പോകാനോ അതിനുശേഷം ഞാൻ അയർലൻഡിലേക്ക് ശ്രമിച്ചു, അവിടേക്ക് പോകാനോ അല്ലെങ്കിൽ കാനഡയ്ക്ക് പേപ്പർ വെച്ചു, അവിടേക്ക് പോകാനോ ഒന്നും അമ്മ എന്നെ അനുവദിച്ചില്ല. അതിനുശേഷം എനിക്ക് ഒത്തിരി സ്ട്രഗിൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഭർത്താവിന് ഒരു ബ്ലോക്കൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ, മാതാവിൻ്റെ കാശ് രൂപവും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് പൂർണ്ണമായി രോഗസൗഖ്യം കിട്ടുകയും ഞങ്ങൾ കൃത്യമായി വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വരെ ആശുപത്രിയിൽ ഒരു കുഴപ്പം കൂടാതെ എത്തുകയും സർജറി ചെയ്യുകയും എല്ലാം ചെയ്തത്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം അന്ന് ഭർത്താവിൻ്റെ കഴുത്തിൽ അണിയിച്ചുകൊണ്ടാണ് ഞാൻ ആംബുലൻസിൽ അന്ന് കൊണ്ടുവന്നത്. മാതാവ് എനിക്ക് തോന്നുന്നു എന്നെ കൂടുതലും മാതാവിലേക്ക്, യേശുവിലേക്കും ഈ ഓരോ പ്രശ്നങ്ങളിലൂടെ എന്നെ അടുപ്പിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ സാമ്പത്തികമായി എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ചേച്ചി എന്നാൽ ഇറ്റലിക്ക് ശ്രമിച്ചോളാൻ. ഞാൻ ഇറ്റലിയിലേക്ക് പോകാൻ അതിനു മുമ്പ് ശ്രമിച്ചപ്പോഴും എനിക്ക് ആ ഇറ്റലി എന്ന രാജ്യം അത്ര കൺവിൻസ് ആയില്ല. അവിടെ ഡോക്യുമെൻ്റ് കിട്ടാനും പേപ്പർ വർക്കുകൾ നടക്കാനും ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ആദ്യം അന്ന് ഇസ്രായേലിന് പോവുകയത്. ഇസ്രായേലിൽ പോയി 8 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞാനിവിടെ വന്നതൊക്കെ. അപ്പം എനിക്ക് തോന്നി എനിക്ക് ദൈവം വീണ്ടും എന്നെ പുണ്യഭൂമിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പേപ്പർ വർക്കുകളും തുടങ്ങി. ഞങ്ങളങ്ങനെ ഞാനും ഭർത്താവും കൂടെ ഒന്നിച്ചു പോകാൻ വേണ്ടിയാണ് പേപ്പർ വർക്ക് തുടങ്ങിയത്. ഞങ്ങൾക്ക് അന്ന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥനയിലായി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ അന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇറ്റലിക്ക് പോകാൻ വേണ്ടി സാധിച്ചത്.
അതിനുശേഷം അവിടെ ചെന്നിട്ട് ഞങ്ങളെ മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു. ഒരു വീട്ടിൽ ഒന്നിച്ച് ജോലി ചെയ്യുവാനൊക്കെ ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഡോക്യുമെൻ്റ് ഇറക്കുന്നുണ്ടായിരുന്നു, ഫ്ലൂസി എന്ന ഡോക്യുമെൻ്റ് അവർ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫാമിലി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കത് ഞങ്ങൾ വെച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിസ വെച്ചപ്പോൾ ആദ്യം ഭർത്താവിന് അതിൻ്റെ നുള്ളോസ്ത കിട്ടി. എനിക്ക് 1 മാസമായിട്ടും കിട്ടുന്നില്ലായിരുന്നു. ഞാനിവിടെ പിള്ളേരോട് പറഞ്ഞു വന്ന് നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം ഇളയ മോള് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് ഭർത്താവിന് കിട്ടിയത്. വീണ്ടും എനിക്ക് കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയുടെ പ്രാർത്ഥന മാത്രം പോരായിരിക്കും, നിങ്ങളും കൂടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് മൂത്ത മക്കളെ 2 പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് എനിക്ക് നുള്ളോസ്ത ലഭിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടാണേലും VFSൽ ആദ്യം പാസ്പോർട്ട് പുതുക്കണമായിരുന്നു. അതിന് എനിക്ക് ഒരു റീസൺ കാണുന്നില്ലായിരുന്നു ഏജൻസി നോക്കുമ്പോൾ. ചേട്ടായിയുടെ പാസ്പോർട്ട് പെട്ടെന്ന് അവർ പുതുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ തൈലം തൊട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനും കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അവരെ ഏജൻസിനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ 10 വർഷം പാസ്പോർട്ടിന് നമുക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അന്നേരം പെട്ടെന്ന് ആ ഏജൻറ്റിന് ഓർമ്മ വന്നു കാനഡയ്ക്ക് പോകാൻ അങ്ങനെ ഉണ്ട് ചേച്ചിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ കാനഡയ്ക്ക് പോകാനുള്ള അതിൽ പിന്നെ എഴുതിക്കോളാൻ പറഞ്ഞു. ആ ഒരു കാരണത്താൽ എൻ്റെ പാസ്പോർട്ട് എനിക്ക് പുതുക്കി കിട്ടി. ഞങ്ങൾ VFSലൊക്കെ വിസയ്ക്ക് അപേക്ഷ വെച്ചാലും ഞങ്ങൾക്ക് കുറേ ഡിലേ ആയിരുന്നു. ഡിലേ വരുമ്പോൾ ഞങ്ങളെ എല്ലാവരും ഇവിടെയുള്ളവരും ഇറ്റലിയിൽ നിന്നുള്ളവരും എല്ലാം ഞങ്ങളെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുമായിരുന്നു. നിങ്ങൾ 2 പേരും എന്തിനാണ് ഒന്നിച്ചിങ്ങ് പോകുന്നത്? ഒരാൾക്ക് പോയി ആദ്യം വിസ അടിച്ചതിന് ശേഷം മറ്റൊരാൾക്ക് പോയാൽ പോരായിരുന്നോ? അങ്ങനെ ഒത്തിരി നെഗറ്റീവായി ഞങ്ങളെ എല്ലാവരും വിഷമിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എന്നാൽ അമ്മ മാതാവിലും യേശുവിലും ഞാൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമായില്ല എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് കിട്ടും എന്നെനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം 26-ാം തീയതി ഫാമിലിയുടെ ഇടപെടൽ മൂലമായിട്ട് അവിടുന്ന് മെയിൽ വരികയും ആ മെയിൽ വഴി ഞങ്ങൾക്ക് വിസ അടിച്ചു തരികയും ചെയ്തു. ഈ ഡിലേ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫാമിലീനെ വിളിച്ചായിരുന്നു. അവരോട് പറഞ്ഞു നിങ്ങൾ എംബസിയിൽ വിളിക്കുക സംസാരിക്കാൻ. അങ്ങനെ അവിടുന്ന് ആ ഫാമിലി ഇടപെട്ടു. എനിക്കറിയാം, ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, സഞ്ചാരി മാതാവേ, അമ്മ എവിടെയാണോ എന്താണ് ഞങ്ങളുടെ ആവശ്യം അനുസരിച്ച് അമ്മ ഇറ്റലിയിലാണെങ്കിൽ ഇറ്റലിയിൽ ഞങ്ങളുടെ ഒപ്പം വരണേ, അല്ലെങ്കിൽ ബോംബെയിൽ എംബസിയിലാണെങ്കിൽ അമ്മ അവിടെ ഒപ്പം ചെല്ലണേന്ന്. എനിക്കറിയാം അമ്മ മാതാവ് ഇടപെട്ടാണ് ആ പേപ്പർ അന്ന് അവിടെ എടുപ്പിച്ചതും മകള് അവരെ വിളിച്ച് സംസാരിക്കാനൊക്കെ ഇടയായതെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായി വിസ അടിച്ച് കിട്ടി. ഞങ്ങൾക്ക് പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോകാനുള്ള കാര്യത്തിനും ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാനൊരു ബാങ്കിൽ ലോണിന് അപേക്ഷ വെച്ചു. ആ ലോൺ എനിക്ക് ആദ്യം ആ ബാങ്ക് നിരസിക്കുക ചെയ്തത്. പിന്നീട് എനിക്ക് വേറൊരു ബാങ്കിൽ ഞാൻ അപേക്ഷ വെച്ചപ്പം അവിടുന്ന് ഞങ്ങൾക്ക് ലോണ് കിട്ടി. എനിക്ക് എപ്പോഴും ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ ഉയർത്തണമെന്നായിരുന്നു. ഇന്ന് എനിക്കിവിടെ നിൽക്കുമ്പോൾ അമ്മയോടും മാതാവിനും കൊടുക്കാനുള്ളത് എൻ്റെ 3 മക്കളെയാണ്. അവർ 3 പേരും ഇന്ന് ഉടമ്പടിയിലാണ്. അവരിന്ന് ഉടമ്പടി പുതുക്കിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും ഭർത്താവും ഒന്നിച്ചായതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഭർത്താവ് ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഞങ്ങൾ പുണ്യപ്രവൃത്തി ചെയ്യുന്നതാണേലും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതാണേലും കുടുംബസമേതം ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പ്രായമായിരിക്കുന്നവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഞാനും ഭർത്താവും അവിടെ ആയിരുന്നപ്പോൾ ഇവിടുന്ന് ഞാൻ മക്കളെ കൊണ്ടും ഞങ്ങളുടെ കാർന്നോന്മാരുണ്ട് അവരെ കൊണ്ട് ഞങ്ങൾ കൊടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മക്കൾ അവരുടെ കൂടെ പോയി സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അവർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ ദിവ്യബലിയിൽ ഞാനും ഭർത്താവും പങ്കുകൊള്ളുന്നുണ്ട്. പിള്ളേരും അവർക്ക് പറ്റുന്ന പോലെ അവർ എല്ലാ ദിവസങ്ങളും പറ്റുന്ന പോലെ അവരും ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്നുണ്ട്. പിന്നെ ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന് ഞാൻ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും.
എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ഞാൻ ഉടമ്പടി ധ്യാനം പങ്കെടുക്കുകയും ചെയ്യുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ ഞാൻ എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണിത്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 2ാമത് സാക്ഷ്യം പറയാൻ വേണ്ടി 2 മക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബം കൂടെ മൊത്തം ഉള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാനിത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും സമർപ്പിക്കുന്നു. ഇനിയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമെന്നും എല്ലാ അനുഗ്രഹത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിൻസി വയനാട് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഒരു കുടുംബത്തെ മുഴുവൻ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ അമ്മ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ തൻ്റെ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തനിക്ക് നിരവധിയായ പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അത് ഉടമ്പടിയിൽ ചേർന്ന് കൊണ്ടുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധമ്മ ഒരു അനുഗ്രഹമായിട്ട് നൽകിയത് തനിക്ക് ഇറ്റലിയിലേക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഫാമിലി വിസയും ജോലിയും ലഭിച്ചത് തന്നെയാണ്. കാരണം ഡോക്യുമെൻ്റേതായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഒരു ഫാമിലി വഴി പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ സഞ്ചാരി മാതാവിലുള്ള ഉറച്ച വിശ്വാസം തന്നെ ഇവർക്ക് ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമായിട്ട് എല്ലാവിധമായ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തു. കാരണം എന്ന് പറയുമ്പോൾ മക്കളുടെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുമ്പോൾ മക്കളോട് പറയുന്നത് ഇപ്രകാരം തന്നെയാണ്. ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മുടെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത് മക്കൾ മാതാവ് അനുസരണ എന്നോണം ആ ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനും ആ ഉടമ്പടി പ്രാർത്ഥന നിയോഗത്തിൽ ഈ കുടുംബത്തിന് പരിശ്രമയിൽ വലിയ അനുഗ്രഹമായിട്ട് നൽകിയത് അവിടെയുള്ള ജോലിയും സ്ഥിരമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം.